ചൊവ്വാദോഷത്തെ കുറിച്ച് ആചാരവാൻ ആചാര്യ ഉച്ചത എന്നാണ്. പൊതുവെ വെച്ചാൽ ഇപ്പൊ സംസ്കൃതത്തിൽ വാക്കാന്നുള്ളൂ. ഒരു സംഭവം ആചരിച്ചു പോവുക. അപ്പൊ അദ്ദേഹം മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് ആചരിച്ചു പോകുന്ന ആളാണ്. ജ്യോതിഷം ചെയ്യുന്ന ആൾക്ക് ജ്യോതിഷാചാര്യന്മാര്. ഇവിടെ ഈ ജ്യോതിഷയിൽ എന്തായാലും ജ്യോതിഷത്തിൽ എന്ത് പ്രവചനം നടത്തിയാലും ശരി അതിനൊക്കെ പരിഹാരം പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്വതവേ ഇപ്പൊ എല്ലാവരും ഈ എവിടെ നോക്കിയാലും ജ്യോതിഷം എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ചൊവ്വേനെ എടുത്തിടും. ചൊവ്വ കുടുംബം നശിപ്പിച്ചാൽ ചൊവ്വ കല്യാണം നടത്തുന്നില്ല വേണ്ട. അപ്പൊ എന്നെപ്പോലുള്ള ആചാര്യന്മാർക്ക് ആചരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് എങ്ങനെ കാണിച്ചപ്പോ ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞു, ഞാൻ ചൊവ്വാദോഷം ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് എന്താണ് അങ്ങനെ ദോഷമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് എങ്ങനെ ജീവിക്കാം? അതിനാ ഞാൻ പറഞ്ഞു, രണ്ട് മനുഷ്യന് നല്ല മനപ്പൊരുത്തിൽ പോവുകയാണെങ്കിൽ ചൊവ്വേനൊക്കെ അവിടെ മാറ്റിയെടുത്താൻ പറ്റും. ചൊവ്വ ഇല്ലാണ്ടൊന്നും അല്ലത്. ചൊവ്വ ഉണ്ടോ? അപ്പൊ അദ്ദേഹം പരീക്ഷിക്കണം. ഞാൻ പരീക്ഷിച്ചിട്ടാ പറയുന്നത്. സ്വതവേ ഒരു കുടുംബത്തിലൊരു വർത്തമാനം സംസാരം ഒക്കെ ഉണ്ടാവും, എല്ലാ സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും. അത് നമുക്കും ഉണ്ട്. അത് സർവധർമ്മ പരിത്യജ്യമാമേകം ശരണം പ്രജാന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ പോലെ പരമമായ സത്യത്തിൽ ഇതൊക്കെ ഞാൻ ഈശ്വരൻ ഒന്നും എടുത്തു പോകണമെന്നില്ല. അപ്പൊ നമുക്ക് ദൈവവിശ്വാസം ഉണ്ട്, ദൈവത്തിൽ ശാസ്ത്രബോധ്യം ഉണ്ടെങ്കിൽ ശാസ്ത്രത്തിൽ ഇപ്പൊ തന്നെ മോതിരട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം പേരിൽ ഇട്ട് കൊടുത്തോട്ടായിരിക്കും, കല്യാണം കഴിഞ്ഞതാ. ഈ കയ്യിലും വേണമെങ്കിൽ ഇടാം. അപ്പൊ എന്താ വെച്ചാൽ ഈ കൈ നിറച്ച സാധനങ്ങളാണ്. അല്ലെ, എനിക്ക് വിശ്വാസിയാണ് അദ്ദേഹം. ഇപ്പോൾ സയൻസ് പറയുക. അപ്പൊ ഈ അനാമികയിൽ ഇപ്പൊ ഇതൊക്കെ ഓർണമെന്റ്സ് ആണ്, അല്ലാണ്ട് ഊറ്റി കെട്ടിയൊന്നല്ല. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഒരു ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ ആചാര്യന്മാർക്ക് എന്താ ചെയ്യാൻ പറ്റാൽ അത് ആചരിച്ച് കാണിക്കുകയാണ്. എടാ ചൊവ്വയെ കരുതി അവിടെ ഇരിക്കണ്ട, ഇതെല്ലാം സൃഷ്ടിച്ച ഈശ്വരൻ. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം നടത്തുമ്പോൾ മുഹൂർത്തം നടത്തുന്ന നോക്കണേ ഞാൻ കണ്ടിട്ടില്ല. അവർ പറയുന്നത് എന്താ വെച്ചാൽ അമ്പലത്തിൽ മുഹൂർത്തം നോക്കണം. എന്താണ്? ഈശ്വര സാന്നിധ്യം. അപ്പൊ ഈശാവാസ്യം ഇതം സർവ്വം ആദ്യ ആചാര്യന്മാർ പറഞ്ഞു വെച്ചു. ഈശ്വരനുണ്ടെന്നും ദൈവമുണ്ടെന്നും സർവ്വബോധ്യമുണ്ടെങ്കിൽ മാർക്കണ്ഡേയ രക്ഷപ്പെട്ടാൽ എവിടെ രക്ഷപ്പെടും? ഇവര് പരിഹാരം പോലും ഇതൊക്കെ പറഞ്ഞാൽ ഈശ്വരനെ വിളിക്കാനാ പറയാ. ഇതല്ലാണ്ട് ഈ നേരത്തെ പറഞ്ഞ ഓവർസിയർ വീട് നോക്കാൻ വേണ്ടി അളവ് നോക്കാൻ വരുമ്പോഴേ 1000 കൊടുത്ത് മെഷർമെന്റ് കറക്റ്റാക്കുന്ന പരിപാടി ഉണ്ട്. ഇതുപോലെ പൂജാരിക്ക് പൈസ കൊടുത്തു പോകുന്നത് അജ്ഞാനികളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.